വിഴിഞ്ഞം തുറമുഖത്തിലെ അദാനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സർക്കാരിന് അറിയാമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒരു വർഷം മുന്നേ അദാനി ഗ്രൂപ്പ് MSCയുമായി ചർച്ച നടത്തുന്നുണ്ട്. ദേശാഭിമാനിയിലെ വാർത്തയും മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഡീലാരോപണത്തിനെയാണ് ദേശാഭിമാനി ജൂൺ 5 പ്രസിദ്ധീകരിച്ച വാർത്ത കാണിച്ച് മുഖ്യമന്ത്രി മുനയൊടിച്ചത്. ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയാം? ജൂൺ 5 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ആ കഴിഞ്ഞ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. കഴിഞ്ഞ ഗവൺമെന്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ട് അത് ഞങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ നോക്കുക. MSC കമ്പനിയെ മഹത്വവൽക്കരിച്ചത് ദേശാഭിമാനിയാണെന്ന് KPCC അധ്യക്ഷൻ മന്ത്രി സണ്ണി ജോസഫും പ്രതികരിച്ചു. പ്രതിരോധത്തിലായ CPM ദേശാഭിമാനി ചെയ്തത് തെറ്റെന്ന് പറഞ്ഞ് പാർട്ടി പത്രത്തെ തള്ളി തടിയൂരി. ദേശാഭിമാനി വരാൻ പാടില്ല, അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ അന്ന് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. അതിന്റെ സൂക്ഷ്മാംശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത വരുമ്പോൾ ഭാവിയിൽ വരാനിടയുള്ള കാര്യം ഗൗരവപൂർവ്വം ദേശാഭിമാനി കാണണമായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഈ കാര്യം. വിഴിഞ്ഞം വിൽക്കരുതെന്ന മുദ്രാവാക്യമുയർത്തി CPI സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. അതേസമയം ഓഹരി കൈമാറ്റത്തിനുള്ള അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച ശേഷം സർക്കാർ തുടർ നടപടിയെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉത്തരവ് എഴുതി നൽകിയത് പ്രതികളാണോ എന്ന് കോടതി ചോദിച്ചു. ബിജു IASനെതിരെ കോടതി അലക്ഷ്യം ചുമത്തി. ബിജു IAS വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഹാജരാകണം. വിചാരണ അനുമതി നൽകിയുള്ള ഉത്തരവിൽ പിശകുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമ്മതിച്ചു.